ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. SSC എക്സാംസിന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന 500 ഷുവർ ഷോട്ട് GK സീരീസിന്റെ 8ാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. So first question, which 5-year plan primarily focused on the Garibi Hutao initiative? ഏത് 5-year പ്ലാൻ ആണ് ഗരീബി ഹട്ടാവോ ഇനിഷ്യേറ്റീവിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള 5-year പ്ലാൻ? സോ ഓപ്ഷൻ എ 6 5-year പ്ലാൻ, ഓപ്ഷൻ ബി 3rd 5-year പ്ലാൻ, ഓപ്ഷൻ സി 5th 5-year പ്ലാൻ ആൻഡ് ഓപ്ഷൻ ഡി 4th 5-year പ്ലാൻ. സോ ഏത് 5-year പ്ലാൻ ആണ് ഗരീബി ഹട്ടാവോ ഇനിഷ്യേറ്റീവിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത്? സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 5th 5-year പ്ലാൻ ആണ്. സോ 1974 മുതൽ 78 വരെ ടെന്യൂർ ഉള്ള 5th 5-year പ്ലാൻ ആണ് എന്ത് ചെയ്യുന്നത്? ഗരീബി ഹട്ടാവോ ഇനിഷ്യേറ്റീവിൽ പ്രൈമർലി ഫോക്കസ് ചെയ്തിട്ടുള്ള 5-year പ്ലാൻ. സോ ഈ ഗരീബി ഹട്ടാവോ എന്ന് പറയുന്നത് 1971 ജനറൽ ഇലക്ഷൻസിൽ ഇന്ദിരാഗാന്ധി റേസ് ചെയ്ത ഒരു സ്ലോഗൻ ആണ്. അതായത് പോവർട്ടി റിമൂവ് ചെയ്യും എന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് 1971 ജനറൽ ഇലക്ഷൻസിൽ ഇന്ദിരാഗാന്ധി റേസ് ചെയ്ത സ്ലോഗൻ ആണെന്ത്? ഗരീബി ഹട്ടാവോ. സോ ഇതേ സ്ലോഗൻ എന്ത് ചെയ്തു? പിന്നീട് വന്ന 5th 5-year പ്ലാന്റെ ഒരു പ്രൈമറി ഫോക്കസ് ഏരിയ ആയിട്ട് എന്ത് ചെയ്തു? ഗവൺമെന്റ് ഫിക്സ് ചെയ്തു. ഇനി 5th 5-year പ്ലാന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഡോക്ടർ CP Dar ആണ്. സോ CP Dar ആണ് എന്ത് ചെയ്യുന്നത്? 5th 5-year പ്ലാന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഗരീബി ഹട്ടാവോ കൂടാതെ, അതായത് പോവർട്ടി അലിവേഷൻ കൂടാതെ 5th 5-year പ്ലാൻ മറ്റൊരു ഏരിയയിൽ കൂടി ഫോക്കസ് ചെയ്തിരുന്നു. അതാണ് ഇൻക്രീസിങ് എംപ്ലോയ്മെന്റ്. സോ എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ പോവർട്ടി എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു എന്ത്? 5th 5-year പ്ലാൻ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്ന രണ്ട് ഏരിയാസ്. അതുകൂടാതെ 5th 5-year പ്ലാന്റെ ടാർഗറ്റ് റേറ്റ് എന്ന് പറയുന്നത്, സോ ഓരോ 5-year പ്ലാനും എന്തുണ്ടായിരുന്നു? ഒരു ടാർഗറ്റ് റേറ്റ് ഉണ്ടായിരുന്നു. 5th 5-year പ്ലാന്റെ കേസിൽ ഈ ഒരു ടാർഗറ്റ് റേറ്റ് എന്ന് പറയുന്നത് 4.4% ആയിരുന്നു. സോ 5th 5-year പ്ലാൻ ടാർഗറ്റ് ചെയ്തത് 4.4% ഗ്രോത്ത് ആയിരുന്നു. എന്നാൽ 5th 5-year പ്ലാൻ അച്ചീവ് ചെയ്ത ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്, സോ 5th 5-year പ്ലാൻ അച്ചീവ് ചെയ്ത ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 4.8% ആണ്. വിച്ച് മീൻസ് 5th 5-year പ്ലാൻ എന്തായിരുന്നു? ലാസ്റ്റ്ലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു 5-year പ്ലാൻ ആണ്. അതുകൂടാതെ ഇതേ 5th 5-year പ്ലാനിലാണ് എന്ത് ചെയ്യുന്നത്? മിനിമം നീഡ്സ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ മിനിമം നീഡ്സ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ ഒരു 5th 5-year പ്ലാനിലാണ്. സോ മിനിമം നീഡ്സ് പ്രോഗ്രാം, ഈ ഒരു മിനിമം നീഡ്സ് പ്രോഗ്രാമും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഈ ഒരു 5th 5-year പ്ലാനിലാണ്. ഇനി എന്താണ് മിനിമം നീഡ്സ് പ്രോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സിറ്റിസന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള മിനിമം നീഡ്സ്, അതായത് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, റോഡ്സ്, ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ, ഇതുപോലെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് സിറ്റിസൻസിന്റെ കയ്യിൽ എത്തിക്കുന്നത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു മിനിമം നീഡ്സ് പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് എന്ത്? 5th 5-year പ്ലാന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ 5th 5-year പ്ലാന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണെന്ത്? 74 മുതൽ 78 വരെയാണ് 5th 5-year പ്ലാൻ വരുന്നത്. ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് 4.4% ആയിരുന്നു. അച്ചീവ് ചെയ്തത് 4.8% ആണ്. 1971 ഗരീബി ഹട്ടാവോ എന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ സ്ലോഗൻ ആണെന്ത്? വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ്. മറ്റൊരു ഒബ്ജക്റ്റീവ് എന്താണ്? ഇൻക്രീസിങ് എംപ്ലോയ്മെന്റ് ആണ്. മിനിമം നീഡ്സ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ ഒരു പ്ലാനിനകത്താണ്. അതുകൂടാതെ ഈ ഒരു പ്ലാന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തത് DP Dar ആണ്. സോ DP Dar ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു 5th 5-year പ്ലാന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. So next question, as of March 2025, how many high courts are there in India? So March 2025 അനുസരിച്ച് ഇന്ത്യയിൽ എത്ര ഹൈ കോർട്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്? എക്സിസ്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 35, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 30 ആൻഡ് ഓപ്ഷൻ ഡി 25. സോ ഇന്ത്യയിൽ എത്ര ഹൈ കോർട്ട്സ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ആസ് ഓഫ് നൗ? സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 25 ആണ്. സോ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ 25 ഹൈ കോർട്ട്സ് ആണ് ഉള്ളത്. ഇനി ഹൈക്കോർട്ട്സിന്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു ആക്ട് ഉണ്ട്. അതാണ് ഇന്ത്യൻ ഹൈക്കോർട്ട്സ് ആക്ട്. സോ ബ്രിട്ടീഷ് ഗവൺമെന്റ് 1861 പാസ്സാക്കിയിട്ടുള്ള ഒരു ആക്ട് ആണ് ഇന്ത്യൻ ഹൈക്കോർട്ട്സ് ആക്ട് ഓഫ് 1861. ഈ ഒരു ഇന്ത്യൻ ഹൈക്കോർട്ട്സ് ആക്ട് ഓഫ് 1861 ബേസിസിൽ 1862 ഇന്ത്യയിൽ 3 ഹൈക്കോർട്ട്സ് എന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. സോ 1861 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യൻ ഹൈക്കോർട്ട്സ് ആക്ട് പാസ്സാക്കുന്നു.
ആൻഡ് അതിന്റെ ബേസിസിൽ 1862 ഇന്ത്യയിലെ 3 ഹൈക്കോർട്സ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ഏതൊക്കെയാണ് ഹൈക്കോർട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ബ്രിട്ടീഷ് പ്രസിഡൻസീസ് ഏതൊക്കെയായിരുന്നു, സെയിം സ്ഥലങ്ങളിൽ തന്നെയാണ് എന്ത് ചെയ്തത്, ഈ ഒരു ഹൈക്കോർട്സുകളും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കട്ട. സോ കൽക്കട്ട എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് പ്രസിഡൻസി ആയിരുന്നു. രണ്ടാമത്തേതാണ് ബോംബെ. ബോംബെ എന്ത് തന്നെയായിരുന്നു, ഒരു ബ്രിട്ടീഷ് പ്രസിഡൻസി തന്നെയായിരുന്നു. അതുകൂടാതെ മദ്രാസ്. സോ ഈ 3 സ്ഥലങ്ങളിലും 1862 എന്ത് ചെയ്തു, ഇന്ത്യൻ ഹൈക്കോർട്സ് ആക്ട് 1861 പ്രൊവിഷൻസിന്റെ ബേസിൽ എന്ത് ചെയ്തു, ഹൈക്കോർട്സുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ഇനി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എക്സിസ്റ്റൻസിൽ വന്നത് 26 ജനുവരി 1950. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് പ്രകാരം ഓരോ സ്റ്റേറ്റിനും ഓരോ ഹൈക്കോർട്ട്. സോ ഫോർ ഈച്ച് സ്റ്റേറ്റ്, ഓരോ സ്റ്റേറ്റിനും ഓരോ ഹൈക്കോർട്ട് എന്നുള്ളതാണ് എന്ത്, കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിനും ഓരോ ഹൈക്കോർട്ട് എന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ 7th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1956, സോ 1956 എന്ത് ചെയ്തു, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തു. സോ 7th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1956 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു, അമെൻഡ് ചെയ്തു. ഇങ്ങനെ അമെൻഡ് ചെയ്തത് പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരു ചേഞ്ച് വരുത്തി. എന്താണ് ആ ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു അമെൻമെന്റ് ആക്ട് പ്രകാരം പാർലമെന്റിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹൈക്കോർട്ടിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ ജുറിസ്ഡിക്ഷനിൽ എന്ത് ചെയ്യാൻ സാധിക്കും, 2 അതിലധികമോ സ്റ്റേറ്റ്സുകൾ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞത് ഒരു സ്റ്റേറ്റിന് ഒരു ഹൈക്കോർട്ട് എന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ 7th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1956 എന്ത് ചെയ്തു, അത് ചേഞ്ച് ചെയ്തിട്ട് പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിന് 2 അതിലധികമോ സ്റ്റേറ്റ്സിന് വേണ്ടിയിട്ട് 2 or more സ്റ്റേറ്റ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ ഹൈക്കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, 2 അതിലധികമോ സ്റ്റേറ്റ്സിനും യൂണിയൻ ടെറിട്ടറീസിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ ഹൈക്കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നുള്ള എന്തുകൊണ്ട് വന്നു, പ്രൊവിഷൻ കൊണ്ടുവന്നു. സോ ഇതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, പല സ്റ്റേറ്റുകളും, അതായത് പല സ്റ്റേറ്റുകളിലും ഒരു സിംഗിൾ ഹൈക്കോർട്ടിന്റെ കീഴിൽ വന്നത്, അല്ലെങ്കിൽ ഒരു ഹൈക്കോർട്ടിന്റെ കീഴിൽ തന്നെ ഒരു സ്റ്റേറ്റും ഒരു യൂണിയൻ ടെറിട്ടറിയും വന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ കേരള ഹൈക്കോർട്ട് എടുക്കുകയാണെങ്കിൽ കേരള ഹൈക്കോർട്ടിന്റെ കീഴിൽ ഏതൊക്കെ സ്റ്റേറ്റ് ആണുള്ളത്, കേരള സ്റ്റേറ്റ് ഉണ്ട്. സോ കേരള ഹൈക്കോർട്ടിന്റെ കീഴിൽ എന്തുണ്ട്, കേരള സ്റ്റേറ്റ് ഉണ്ട്. സോ കേരള ഹൈക്കോർട്ടിന്റെ ജുറിസ്ഡിക്ഷനിലാണ് കേരള സ്റ്റേറ്റ് വരുന്നത്. അതുകൂടാതെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ലക്ഷദ്വീപും ഏത് ഹൈക്കോർട്ടിന്റെ കീഴിലാണ് വരുന്നത്, കേരള ഹൈക്കോർട്ടിന്റെ കീഴിലാണ് വരുന്നത്. സോ ഈ ഒരു പ്രൊവിഷൻ ഇനേബിൾ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു 7th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1956 വരുത്തിയ ചേഞ്ചസ് കൊണ്ടാണ്. ഇനി ഇന്ത്യയിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 3 ഹൈക്കോർട്സിന് മാത്രമേ എന്തുള്ളൂ, 2-ലധികം സ്റ്റേറ്റുകളുടെ മേലിൽ 1 or more സ്റ്റേറ്റ്സിന്റെ മേളിൽ എന്തുള്ളൂ, ജുറിസ്ഡിക്ഷൻ ഉള്ളൂ. സോ ഈ ഒരു പ്രൊവിഷൻ പ്രകാരം വേണമെങ്കിൽ പാർലമെന്റ് എന്ത് ചെയ്യാൻ സാധിക്കും, 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ അതിലധികമോ സ്റ്റേറ്റ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ ഹൈക്കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാം. സോ ഈ പ്രൊവിഷൻ പ്രകാരം ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ 3 ഹൈക്കോർട്സിന് മാത്രമാണ്. സോ ഇന്ത്യയിൽ 3 ഹൈക്കോർട്സിന് മാത്രമാണ് എന്തുള്ളത്, 1 അതിലധികമോ സ്റ്റേറ്റ്സിന്റെ മുകളിൽ ജുറിസ്ഡിക്ഷൻ ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആണെന്ത്, പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ട്. സോ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ട്. സോ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഹൈക്കോർട്ടിന് 2 സ്റ്റേറ്റുകളുടെ മുകളിൽ ജുറിസ്ഡിക്ഷൻ ഉണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബ് സ്റ്റേറ്റും അതുപോലെ തന്നെ ഹരിയാന സ്റ്റേറ്റും. ഇത് കൂടാതെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ചണ്ഡീഗഡിന്റെ മുകളിലും എന്തുണ്ട്, പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ടിന് ജുറിസ്ഡിക്ഷൻ ഉണ്ട്. സോ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്സിന്റെ അണ്ടറിൽ 2 സ്റ്റേറ്റുകൾ വരുന്നുണ്ട്, പഞ്ചാബും ഹരിയാനയും. അത് കൂടാതെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ചണ്ഡീഗഡും പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ടിന്റെ കീഴിലാണ് വരുന്നത്. അത് കൂടാതെ രണ്ടാമത്തേതാണെന്ത്, ബോംബെ ഹൈക്കോർട്ട്. സോ 3 ഹൈക്കോർട്ടുകൾക്ക് ഒന്നിലധികം സ്റ്റേറ്റ്സിന്റെ മുകളിൽ ജുറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു. അതിൽ രണ്ടാമത്തെയാണെന്ത്, ബോംബെ ഹൈക്കോർട്ട്. സോ ബോംബെ ഹൈക്കോർട്ടിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 2 സ്റ്റേറ്റുകൾ, അതായത് മഹാരാഷ്ട്ര അതുപോലെ തന്നെ ഗോവ. സോ മഹാരാഷ്ട്ര ആൻഡ് ഗോവ. സോ ഈ 2 സ്റ്റേറ്റ്സിന്റെയും ഹൈക്കോർട്ട് ഏതാണ്, ബോംബെ ഹൈക്കോർട്ടാണ്. സോ ഈ 2 സ്റ്റേറ്റുകൾ കൂടാതെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ദാദ്ര ആൻഡ് നാഗർ ഹവേലി. സോ ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ഡാമൻ ആൻഡ് ഡ്യൂ. സോ ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ഡാമൻ ആൻഡ് ഡ്യൂ. സോ ഈ ഒരു യൂണിയൻ ടെറിട്ടറിയും ഏത് ഹൈക്കോർട്സിന്റെ അണ്ടറിലാണ് വരുന്നത്, ബോംബെ ഹൈക്കോർട്ടിന്റെ അണ്ടറിലാണ് വരുന്നത്. സോ ബോംബെ ഹൈക്കോർട്ടിന്റെ അണ്ടറിലും ഒന്നിലധികം സ്റ്റേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഏതൊക്കെയാണ് സ്റ്റേറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഗോവയും ബോംബെ ഹൈക്കോർട്ടിന്റെ അണ്ടറിലാണ്. അതുകൂടാതെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ഡാമൻ ആൻഡ് ഡ്യൂ. സോ ഇതിപ്പോ ഒരു സിംഗിൾ യൂണിയൻ ടെറിട്ടറി ആണ്. സോ ഈ ഒരു യൂണിയൻ ടെറിട്ടറിയും ഏത് ഹൈക്കോർട്ടിന്റെ കീഴിലാണ്, ബോംബെ ഹൈക്കോർട്ടിന്റെ കീഴിലാണ്. അതുകൂടാതെ ഗുവാഹത്തി ഹൈക്കോർട്ട്. സോ അതുകൂടാതെ ഗുവാഹത്തി ഹൈക്കോർട്ട്.
സോ ഗുവാഹത്തി ഹൈക്കോടതിന്റെ കീഴിൽ 4 സ്റ്റേറ്റ്സ് ആണ് വരുന്നത്. ആസാം, നാഗാലാൻഡ്, മിസോറം ആൻഡ് അരുണാചൽ പ്രദേശ്. ഈ 4 സ്റ്റേറ്റുകളാണ് ഗുവാഹത്തി ഹൈക്കോടതിന്റെ അണ്ടറിൽ വരുന്നത്. സോ നാഗാലാൻഡ്, ആസാം, നാഗാലാൻഡ്, മിസോറം, അരുണാചൽ പ്രദേശ്. സോ ഈ 4 സ്റ്റേറ്റുകളാണ് എന്ത് ചെയ്യുന്നത് ഗുവാഹത്തി ഹൈക്കോടതിന്റെ അണ്ടറിൽ വരുന്നത്. സോ ഇതൊക്കെയാണ് എന്ത് സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലുള്ള 8 യൂണിയൻ ടെറിട്ടറീസിൽ ഒരേ ഒരു യൂണിയൻ ടെറിട്ടറി, അതായത് ഇന്ത്യയിലുള്ള 8 യൂണിയൻ ടെറിട്ടറീസ് എടുത്തു കഴിഞ്ഞാൽ, സോ ഇന്ത്യയിലുള്ള 8 യൂണിയൻ ടെറിട്ടറീസ് എടുത്തു കഴിഞ്ഞാൽ യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹിക്ക് മാത്രമാണെന്നുള്ളത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഹൈക്കോർട്ട് ഉള്ളത്. അതായത് ഒരു സ്റ്റാൻഡ് അലോൺ ഹൈക്കോർട്ട് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഹൈക്കോർട്ടുള്ള ഏക യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഇനി യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടുള്ള ജമ്മു ആൻഡ് കാശ്മീരിന്റെയും അതുപോലെ തന്നെ ലഡാക്കിന്റെയും കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊരു കോമൺ ഹൈക്കോർട്ടാണ്. സോ ഇവർക്ക് രണ്ടുപേർക്കും ഒരു കോമൺ ഹൈക്കോർട്ടാണ്. സോ യൂണിയൻ ടെറിട്ടറീസിൽ ഒറ്റയ്ക്ക് സ്വന്തമായിട്ടൊരു ഹൈക്കോർട്ട് ഉള്ളത് ഡൽഹിക്ക് മാത്രമാണ്. ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ജമ്മു ആൻഡ് കാശ്മീരിനും അതുപോലെ തന്നെ ലഡാക്കിനും എന്താണ് ഒരു കോമൺ ആയിട്ടുള്ള ഹൈക്കോർട്ടാണ്. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ഒരു ഹൈക്കോർട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ഡൽഹിക്ക് ഒരു സിംഗിൾ അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ ഹൈക്കോർട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. So next question, which article of the Constitution of India grants power to the President to appoint judges of the Supreme Court? So Supreme Court judgesനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രസിഡന്റിന് പവർ കൊടുക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 124 ക്ലോസ് 2, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 127 ക്ലോസ് 3, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 128 ക്ലോസ് 4 ആൻഡ് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 123 ക്ലോസ് 1. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 124 ക്ലോസ് 2. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 5-ൽ പാർട്ട് 5-ലാണ് എന്ത് ചെയ്യുന്നത് സുപ്രീം കോർട്ടിനെ കുറിച്ചുള്ള പ്രൊവിഷൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആർട്ടിക്കിൾ 124-ലാണ് എന്ത് ചെയ്തിരിക്കുന്നത് സുപ്രീം കോടതി ജഡ്ജസിനെയും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെയും അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ 124 ആണ്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 5-ൽ ആർട്ടിക്കിൾ 124-ലാണ് എന്തുള്ളത് സുപ്രീം കോടതി ജഡ്ജസിന്റെയും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെയും അപ്പോയിന്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ആർട്ടിക്കിൾ 124 ക്ലോസ് 2 പറയുന്നതനുസരിച്ച് എന്ത് ചെയ്യാൻ സാധിക്കും പ്രസിഡന്റ് ആണ്. സോ ആർട്ടിക്കിൾ 124 ക്ലോസ് 2 പറയുന്നതനുസരിച്ച് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ബാക്കിയുള്ള അതർ സുപ്രീം കോടതി ജഡ്ജസിനെ എന്ത് ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്യുന്നത്. സോ 124 ക്ലോസ് 2 പ്രകാരം പ്രസിഡന്റ് എന്ത് ചെയ്യുന്നുണ്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഇനി ആർട്ടിക്കിൾ 124-ൽ പറയുന്നത് പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത് അതർ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇങ്ങനെ അതർ സുപ്രീം കോടതി ജഡ്ജസിനെ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുമ്പോൾ പ്രസിഡന്റ് എന്ത് ചെയ്യണം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ടും അതുപോലെ തന്നെ പ്രസിഡന്റിന് അഭികാമ്യം എന്ന് തോന്നുന്ന ബാക്കിയുള്ള സുപ്രീം കോടതി ജഡ്ജസുമായിട്ടും ഹൈക്കോടതി ജഡ്ജസുമായിട്ടും കൺസൾട്ട് ചെയ്യണമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 124 പറയുന്നതനുസരിച്ച് ബാക്കിയുള്ള സുപ്രീം കോടതി ജഡ്ജസിനെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒഴികെയുള്ള ബാക്കി സുപ്രീം കോടതി ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ പ്രസിഡന്റ് എന്ത് ചെയ്യണം CJ ആയിട്ട് കൺസൾട്ട് ചെയ്യണം എന്നാണ് ആർട്ടിക്കിൾ 124-ൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ കൺസൾട്ടേഷൻ എന്നുള്ള ടേമുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ട്. ആൻഡ് ആ കോൺട്രവേഴ്സീസിന്റെ ഭാഗമായിട്ട് 3 ഇമ്പോർട്ടന്റ് കേസസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആണെന്ത് ഫസ്റ്റ് ജഡ്ജസ് കേസ്. സോ ഫസ്റ്റ് ജഡ്ജസ് കേസ് ഫസ്റ്റ് ജഡ്ജസ് കേസ് നടക്കുന്നത് 1982-ലാണ്. സോ 1982-ൽ ആർട്ടിക്കിൾ 124-ൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു കൺസൾട്ടേഷൻ എന്നുള്ള ടേമിന്റെ ബേസിസിൽ ആ ഒരു കൺസൾട്ടേഷൻ എന്നുള്ള ടേമിനെ ചൊല്ലിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കേസ് നടക്കുന്നത്. സോ ഫസ്റ്റ് ജഡ്ജസ് കേസ് ഓഫ് 1982-ൽ സുപ്രീം കോർട്ട് പറഞ്ഞത് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് എന്തല്ല കൺകറൻസ് അല്ല. അതായത് ആർട്ടിക്കിൾ 124 പ്രകാരം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ബാക്കി സുപ്രീം കോടതി ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ പ്രസിഡന്റുമായിട്ട് കൺസൾട്ട് ചെയ്താൽ മതി, CJ ആയിട്ട് കൺസൾട്ട് ചെയ്താൽ മതി. എന്നാൽ CJ പ്രസിഡന്റിന് കൊടുക്കുന്ന ഒപ്പീനിയൻ എന്തല്ല പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് അല്ല. സോ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ് വെറുതെ ഒരു ഒപ്പീനിയൻ ചോദിക്കലാണ്. CJ കൊടുക്കുന്ന ഒപ്പീനിയൻ ആരുടെ മേൽ ബൈൻഡിങ് അല്ല, അല്ലെങ്കിൽ ആർക്ക് ബാധകമല്ല
പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ബാധകമല്ല എന്നാണ് ഫസ്റ്റ് ജഡ്ജസ് കേസ് ഓഫ് 1982 സുപ്രീം കോർട്ട് പറഞ്ഞത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, വീണ്ടും ഈ കൺസൾട്ടേഷൻ എന്നുള്ള ടേമിനെ ചൊല്ലി കോൺട്രവേഴ്സീസ് ഉണ്ടാവുന്നു. രണ്ടാമത്തെ കേസ് വരുന്നു, അതാണെന്ത്, സെക്കൻഡ് ജഡ്ജസ് കേസ്. സോ സെക്കൻഡ് ജഡ്ജസ് കേസ് നടക്കുന്നത് 1993-ലാണ്. സോ 1993 സെക്കൻഡ് ജഡ്ജസ് കേസ് കിടക്കുന്നു. സെക്കൻഡ് ജഡ്ജസ് കേസിൽ സുപ്രീം കോർട്ട് എന്ത് ചെയ്തു, ഫസ്റ്റ് ജഡ്ജസ് കേസിൽ പറഞ്ഞ ആ ഒരു ജഡ്ജ്മെന്റ് എന്ത് ചെയ്തു, നേരെ റിവേഴ്സ് ചെയ്തു. എന്നിട്ട് സുപ്രീം കോർട്ട് പറഞ്ഞു കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, കൺകറൻസ് തന്നെയാണ്. അതായത് ആർട്ടിക്കിൾ 124 പ്രകാരം ബാക്കിയുള്ള സുപ്രീം കോടതി ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ പ്രസിഡന്റ് എന്ത് ചെയ്യണം, CJ ആയിട്ട് കൺസൾട്ട് ചെയ്യണം. ആൻഡ് CJ കൊടുക്കുന്ന ഒപ്പീനിയൻ പ്രസിഡന്റിന് ബാധകമാണ്, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് ആണെന്ന് പറഞ്ഞത് സെക്കൻഡ് ജഡ്ജസ് കേസാണ്. പക്ഷെ ഇവിടെ സുപ്രീം കോർട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, ഇവിടെ CJയുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് സ്വയം എടുക്കുന്ന ഒപ്പീനിയൻ അല്ല, പകരം CJ എന്ത് ചെയ്യണം, CJ സുപ്രീം കോർട്ടിലുള്ള 2 സീനിയർ മോസ്റ്റ് സുപ്രീം കോർട്ട് ജഡ്ജസിനെ കൂടി കൺസൾട്ട് ചെയ്യണം. സോ CJ ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുത്താൽ പോരാ, പകരം ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ബാക്കി ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ 2 സീനിയർ മോസ്റ്റ് സുപ്രീം കോർട്ട് ജഡ്ജസിനെ കൂടി എന്ത് ചെയ്യണം, കൺസൾട്ട് ചെയ്യണം എന്നെന്ത് ചെയ്തു, സുപ്രീം കോർട്ട് പറഞ്ഞു. സോ സെക്കൻഡ് ജഡ്ജസ് കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞു കൺസൾട്ടേഷൻ എന്ന് പറയുന്ന കൺകറൻസ് തന്നെയാണ്, അതായത് CJ എടുത്ത് കൺസൾട്ട് ചെയ്യണം ആൻഡ് CJ കൊടുക്കുന്ന ഒപ്പീനിയൻ പ്രസിഡന്റിന് ബാധകമാണ്. പക്ഷെ CJ എന്ത് ചെയ്യാൻ പാടില്ല, ഒറ്റയ്ക്ക് ഒരു ഒപ്പീനിയൻ കൊടുക്കാൻ പാടില്ല, പകരം എന്ത് ചെയ്യണം, 2 സീനിയർ മോസ്റ്റ് സുപ്രീം കോർട്ട് ജഡ്ജസിനെ കൺസൾട്ട് ചെയ്യണം. ആൻഡ് ഇതിനെ പറയുന്ന പേരാണെന്ത്, കൊളീജിയം. സോ കൊളീജിയം സിസ്റ്റം ആദ്യമായിട്ട് നിലവിൽ വരുന്നത്, എക്സിസ്റ്റൻസിൽ വരുന്നത് സെക്കൻഡ് ജഡ്ജസ് കേസ് 1993 ശേഷമാണ്. അതായത് CJയും 2 സീനിയർ മോസ്റ്റ് ജഡ്ജസും അടങ്ങുന്ന ഒരു കൊളീജിയം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റിന് അഡ്വൈസ് കൊടുക്കുന്നത് സുപ്രീം കോടതി ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്. ആൻഡ് ഈ ഒരു കൊളീജിയം കൊടുക്കുന്ന ഒപ്പീനിയൻ എന്താണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ബാധകമാണ്, ബൈൻഡിങ് ആണെന്നാണ് സെക്കൻഡ് ജഡ്ജസ് കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞത്. സോ കൊളീജിയം സിസ്റ്റം വരുന്ന ഏത് കേസിൽ നിന്നാണ്, സെക്കൻഡ് ജഡ്ജസ് കേസ് ഓഫ് 1993 നിന്നാണ് എന്ത് ചെയ്യുന്നത്, കൊളീജിയം സിസ്റ്റം ആദ്യമായിട്ട് എക്സിസ്റ്റൻസിൽ വരുന്നത്. ഇനി സെക്കൻഡ് ജഡ്ജസ് കേസിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം എന്താണ്, സുപ്രീം കോടതി ജഡ്ജസിന്റെ CJ ഒഴികെയുള്ള ബാക്കി സുപ്രീം കോടതി ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ CJയുടെ കേസിലേക്ക് വരുമ്പോൾ 1973 വരെയുള്ള, അതായത് 1973 വരെയുള്ള കീഴ്വഴക്കം എന്ന് പറയുന്നത് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള, അതായത് സീനിയോറിറ്റി വെച്ചിട്ട്, ഏജ് വെച്ചിട്ടല്ല, ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, CJ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. എന്നാൽ 1973 കേശവാനന്ദ ഭാരതി കേസിന് ശേഷം എന്ത് ചെയ്തു, ഗവൺമെന്റ് ഈ ഒരു കൺവെൻഷൻ ബ്രേക്ക് ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു ഇയറിലും എന്ത് ചെയ്തു, ഈ ഒരു കൺവെൻഷൻ ബ്രേക്ക് ചെയ്തു. ആൻഡ് ഫൈനലി ഈ ഗവൺമെന്റ് ഈ ഒരു കാര്യത്തിനകത്ത്, CJയുടെ അപ്പോയിന്റ്മെന്റിന്റെ കാര്യത്തിനകത്ത് മുൻകൈ എടുക്കുന്നത്, സ്റ്റോപ്പ് ചെയ്യുന്നത് സെക്കൻഡ് ജഡ്ജസ് കേസിലാണ്. സോ സെക്കൻഡ് ജഡ്ജസ് കേസിൽ സുപ്രീം കോർട്ട് അടിവരയിട്ട് പറഞ്ഞു, ഇനി മുതൽ CJ ആയിട്ട് അപ്പോയിന്റ് ചെയ്യേണ്ടത് സുപ്രീം കോർട്ടിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ജഡ്ജിനെ മാത്രമായിരിക്കും. ഗവൺമെന്റിന് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ആരാണോ സുപ്രീം കോർട്ടിൽ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ജഡ്ജ്, എക്സ്പീരിയൻസ് വൈസ്, അദ്ദേഹത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, CJ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കൂ എന്ന് അടിവരയിട്ട് പറഞ്ഞ കേസും സെക്കൻഡ് ജഡ്ജസ് കേസാണ്. സോ സെക്കൻഡ് ജഡ്ജസ് കേസിന് 2 ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒന്ന്, കൊളീജിയം സിസ്റ്റം നിലവിൽ വന്നു. രണ്ടാമത്തത്, സുപ്രീം കോർട്ടിലെ സീനിയർ മോസ്റ്റ് ജഡ്ജിനെ മാത്രമേ പ്രസിഡന്റ് CJ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാവൂ എന്നുള്ള കൺവെൻഷൻ ഫിക്സ് ചെയ്യുന്നതും ഈ ഒരു സെക്കൻഡ് ജഡ്ജസ് കേസ് ഓഫ് 1993 ശേഷമാണ്. ഇനി മൂന്നാമതൊരു കേസ് കൂടിയുണ്ട്, അതാണ് തേർഡ് ജഡ്ജസ് കേസ്. സോ തേർഡ് ജഡ്ജസ് കേസിലും സുപ്രീം കോർട്ട് പറഞ്ഞത് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, കൺകറൻസ് തന്നെയാണ്. 1998 തേർഡ് ജഡ്ജസ് കേസ് കിടക്കുന്നത്. കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, കൺകറൻസ് തന്നെയാണ്. പക്ഷേ ഇവിടെ കൊളീജിയം എന്ത് ചെയ്തു, ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്തു. സോ ആർട്ടിക്കിൾ 124 പ്രകാരം പ്രസിഡന്റ് ബാക്കിയുള്ള സുപ്രീം കോടതി ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ CJ ആയിട്ട് കൺസൾട്ട് ചെയ്യണം. ആൻഡ് CJ കൊടുക്കുന്ന ഒപ്പീനിയൻ പ്രസിഡന്റിന് ബാധകമാണ്. പക്ഷെ CJ ഒറ്റയ്ക്ക് ഒപ്പീനിയൻ കൊടുക്കാൻ പാടില്ല, പകരം CJ എന്ത് ചെയ്യണം, സുപ്രീം കോർട്ടിലെ 4 സീനിയർ മോസ്റ്റ് ജഡ്ജസിനെ കൂടി എന്ത് ചെയ്യണം, കൺസൾട്ട് ചെയ്യണം. സോ സെക്കൻഡ് ജഡ്ജസ് കേസിൽ 2 സീനിയർ മോസ്റ്റ് സുപ്രീം കോടതി ജഡ്ജസ് ആണെങ്കിൽ തേർഡ് ജഡ്ജസ് കേസിൽ എന്ത് ചെയ്തു, ഇതിനെ 4 ആക്കി ഇൻക്രീസ് ചെയ്തു. ആൻഡ് ഈ 4 ജഡ്ജസിൽ 2 ജഡ്ജസ് എങ്കിലും നെഗറ്റീവ് ആയിട്ടൊരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ അഡ്വൈസ് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു ഒപ്പീനിയൻ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രസിഡന്റിന് കൊടുക്കാനായിട്ട് CJക്ക് പറ്റില്ല.
ഇതാണ് തേർഡ് ജഡ്ജസ് കേസിൽ വന്നത്. സോ തേർഡ് ജഡ്ജസ് കേസിൽ കൊളീജിയം എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു. ഇപ്പോൾ കൊളീജിയം എന്താണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും സുപ്രീം കോർട്ടിലെ 4 സീനിയർ മോസ്റ്റ് ജഡ്ജസും കൂടി അടങ്ങുന്നതാണെന്ത് ഇപ്പോൾ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്ന കൊളീജിയം എന്ന് പറയുന്നത്. സോ ഇത് 4 സീനിയർ മോസ്റ്റ് ജഡ്ജസ് ആക്കി മാറ്റുന്നത് തേർഡ് ജഡ്ജസ് കേസ് ഓഫ് 1998 ശേഷമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following statements and choose the correct statement from the following. First statement, the UDAN scheme was launched in 2016 for a 10-year period. Second statement, it is a flagship scheme of the Ministry of Science and Technology. Statement 3, the Airport Authority of India is the implementing agency of this scheme. So UDAN scheme ബേസ് ചെയ്ത് 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Option A, only statement 2. Option B, only statement 2 and 3. Option C, only statement 1 and 3. And option D, only statement 3. So correct answer എന്ന് പറയുന്നത് only statement 1 and 3. So statement 1ഉം 3ഉം മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? The UDAN scheme was launched in 2016 for a 10-year period. So UDAN scheme ലോഞ്ച് ചെയ്യുന്നത് 2016ലാണ് ആൻഡ് ഒരു 10 വർഷത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു 10 വർഷത്തെ പീരീഡിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു UDAN സ്കീം ലോഞ്ച് ചെയ്യുന്നത്. ഇനി ഈ ഉഡാന്റെ എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉഡേ ദേശ് കാ ആം നാഗരിക്. സോ ഉഡേ ദേശ് കാ ആം നാഗരിക്. സോ ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരനും പറക്കണം എന്നുള്ള അർത്ഥം വരുന്ന ഉഡേ ദേശ് കാ ആം നാഗരിക് എന്നതാണെന്ത് ഉഡാൻ സ്കീമിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ ഉഡേ ദേശ് കാ ആം നാഗരിക്കിന്റെ ഷോർട്ട് ഫോം ആണെന്ത് ഉഡാൻ എന്ന് പറയുന്നത്. സോ ഇന്ത്യയിലെ ഓരോ സാധാരണ ജനങ്ങളും അല്ലെങ്കിൽ ഓരോ സാധാരണ പൗരനും പറക്കണം അല്ലെങ്കിൽ അതിനുള്ള അവസരം ഒരുക്കണം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഉഡാൻ സ്കീം ലോഞ്ച് ചെയ്യുന്നത്. സോ ഉഡാന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഉഡേ ദേശ് കാ ആം നാഗരിക് എന്നാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ഫ്ലാഗ്ഷിപ്പ് സ്കീം ഓഫ് ദി മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഇതെന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്കീമാണെന്ത് ഉഡാൻ എന്ന് പറയുന്നത്. സോ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ആണെന്ത് ഇതിന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത്. സോ ഉഡാൻ സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ആണ്. സോ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്കീമാണെന്ത് ഈ ഒരു ഉഡാൻ സ്കീം എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈസ് എ ഇംപ്ലിമെന്റിംഗ് ഏജൻസി ഓഫ് ദി സ്കീം. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഉഡാൻ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇനി എന്താണ് ഉഡാൻ സ്കീം കൊണ്ട് അവർ എയിം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള റിമോട്ട് ഏരിയാസിനെ എന്ത് ചെയ്യുക ത്രൂ എയർ ട്രാവൽ കണക്ട് ചെയ്യുക. സോ ഇന്ത്യയിലെ റിമോട്ടും അതുപോലെ തന്നെ എന്താണ് ഫാറവേ ആയിട്ടുള്ള സിറ്റീസിനെ ബേസിക്കലി ടയർ 2 ആൻഡ് ടയർ 3 സിറ്റീസ്. സോ ഇന്ത്യയിലുള്ള ടയർ 2 ആൻഡ് ടയർ 3 സിറ്റീസിൽ എന്ത് ചെയ്യുക എയർപോർട്ട്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതുവഴി ആ സിറ്റീസിനെ എന്ത് ചെയ്യുക ഇന്ത്യയുടെ മെയിൻ ലാൻഡുമായിട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ മെയിൻ എയർപോർട്ട്സുമായിട്ട് എന്ത് ചെയ്യുക കണക്ട് ചെയ്യുക. അതുവഴി എന്ത് ചെയ്യുക എയർ ട്രാവൽ എല്ലായിടത്തേക്കും ഇന്ത്യയുടെ എല്ലാ കോർണേഴ്സിലേക്കും എയർ ട്രാവൽ പോസിബിൾ ആക്കുക എന്നുള്ളതാണ് എന്ത് ഉഡാൻ സ്കീമിന്റെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇനി വരാൻ പോകുന്ന SSCയുടെ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദിശ അക്കാഡമി ഒരു SSC കംപ്ലീറ്റ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് SSCയുടെ ഏത് എക്സാംസ് ആയിക്കോട്ടെ, GD ആയിക്കോട്ടെ, MDS ആയിക്കോട്ടെ, CGL ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, ഏത് എക്സാമും ആയിക്കോട്ടെ അതിന്റെ എല്ലാ സിലബസും ഈ ഒരു കംപ്ലീറ്റ് കോഴ്സിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിശ അക്കാഡമിയുടെ തന്നെ പ്രിന്റഡ് ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആയിരിക്കും ആൻഡ് അത് ത്രൂ കൊറിയർ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആൻഡ് അതുകൂടാതെ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് പേഴ്സണൽ മെന്റർഷിപ്പും അവൈലബിൾ ആയിരിക്കും. ആൻഡ് എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത് ക്ലാസ് ലീഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ദ നമ്പർ ഈസ് 8075753676. So next question, the organization that Controller and Auditor General heads is known as dash. So Controller and Auditor General head ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ദാറ്റ് ഈസ് CAG.
സോ ഇതിൽ ഏത് ഓർഗനൈസേഷൻ ആണ് CAG ഹെഡ് ചെയ്യുന്നത്? CAG തലവനായിട്ടുള്ള ഓർഗനൈസേഷൻ ഈ 4 ഓപ്ഷൻസിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ഇന്ത്യൻ സിവിൽ അക്കൗണ്ട്സ് ഓർഗനൈസേഷൻ, ഓപ്ഷൻ ബി ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, ഓപ്ഷൻ സി കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്, ഓപ്ഷൻ ഡി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. സോ ഇതിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CAG ഹെഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ്. സോ ഇന്ത്യൻ ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണെന്ത്? CAG ഓർ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇനി CAGയുടെ ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 148. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 148 ആണ് എന്ത് ചെയ്യുന്നത്? CAGയുടെ ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി സോ അതുകൊണ്ട് തന്നെ CAG എന്ന് പറയുന്നതാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. സോ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ആർട്ടിക്കിൾ പ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്ത്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി CAG ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്? CAG അപ്പോയിന്റ് ചെയ്യുന്നത്. സോ അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. സോ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷെ പ്രസിഡന്റ് എന്ത് ചെയ്യാൻ സാധിക്കില്ല? സ്വന്തമായിട്ട് അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പ്രൈം മിനിസ്റ്റർ ഹെഡ് ചെയ്യുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ റെക്കമെൻഡേഷൻസ് അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റ് CAG അപ്പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് CAGയുടെ ടേം, അതായത് കാലാവധി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാകുന്നവരെ. സോ 6 years ഓർ അണ്ടിൽ ഹി അറ്റൈൻസ് ഏജ് ഓഫ് 65 years. സോ ഒന്നെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാകുന്നത് വരെ. ഏതാണോ ഏറ്റവും നേരത്തെ, വിച്ച് എവർ ഈസ് ഏർലിയർ, അതായിരിക്കും എന്ത്? ടെന്യൂർ എന്ന് പറയുന്നത്. സോ ഒന്നെങ്കിൽ 6 years അല്ലെങ്കിൽ 65 years അറ്റൈൻ ചെയ്യുന്നത് വരെ. ഏതാണോ ഏറ്റവും ഏർലിയർ, വിച്ച് എവർ ഈസ് ഏർലിയർ, അതായിരിക്കും എന്ത്? CAGയുടെ ടെന്യൂർ എന്ന് പറയുന്നത്. ഇനി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പവറും ആർക്ക് മാത്രമാണുള്ളത്? പ്രസിഡന്റിന് മാത്രമാണുള്ളത്. പക്ഷെ പ്രസിഡന്റ് എന്ത് ചെയ്യാൻ സാധിക്കില്ല? സ്വന്തം ഇഷ്ടപ്രകാരം റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സേഫ് ഗാർഡ് കൊണ്ടുവച്ചിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സുപ്രീം കോടതി ജഡ്ജിനെ ഏതൊക്കെ ഗ്രൗണ്ട്സിലാണോ റിമൂവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏത് പ്രൊസീജിയർ പ്രകാരമാണോ റിമൂവ് ചെയ്യുന്നത്, അതേ ഗ്രൗണ്ട്സിലും അതേ പ്രൊസീജിയറും യൂസ് ചെയ്ത് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? CAGയും റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കൂ. സോ അങ്ങനെയാണെങ്കിൽ CAG റിമൂവ് ചെയ്യാനുള്ള ഗ്രൗണ്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഗ്രൗണ്ട്സ് ആണ്. ഒന്നാമത്തെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ആൻഡ് രണ്ടാമത്തെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇൻകപ്പാസിറ്റി. സോ പ്രൂവ്ഡ് മിസ്ബിഹേവിയർ അതുപോലെ തന്നെ ഇൻകപ്പാസിറ്റി, ഈ 2 ഗ്രൗണ്ട്സിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? CAGയെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഇനി CAGയുടെ ബേസിക് ആയിട്ടുള്ള ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെയും പിന്നെ ഗവൺമെന്റ്സിൽ നിന്ന് ഫണ്ട് റിസീവ് ചെയ്യുന്ന ബാക്കിയുള്ള ഓർഗനൈസേഷൻസിന്റെയും അക്കൗണ്ടുകൾ എന്ത് ചെയ്യുക? ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് CAGയുടെ ബേസിക് ഡ്യൂട്ടി. സോ എന്താണ് CAGയുടെ ബേസിക് ഡ്യൂട്ടി? സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഗവൺമെന്റ്സിൽ നിന്ന് ഫണ്ട് റിസീവ് ചെയ്യുന്ന ഓർഗനൈസേഷൻസിന്റെയും അക്കൗണ്ട്സ് എന്ത് ചെയ്യുക? ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് CAGയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ 2 ഗ്രൗണ്ട്സിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രസിഡന്റിന് CAG റിമൂവ് ചെയ്യാൻ പറ്റും, പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റി. ഇനി എന്താണ് പ്രൊസീജിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന സെയിം പ്രൊസീജിയർ. സോ CAG റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആദ്യം പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു ഹൗസിൽ, സോ CAG പ്രസിഡന്റിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു ഹൗസിൽ, അതായത് ലോക്സഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലോ എന്ത് ചെയ്യണം? CAGയെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിമൂവൽ മോഷൻ കൊണ്ടുവരണം. സോ CAG റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിമൂവൽ മോഷൻ കൊണ്ടുവരണം. ലോക്സഭയിലാണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഷനെ എന്ത് ചെയ്യണം? 100 മെമ്പേഴ്സ് എങ്കിലും സപ്പോർട്ട് ചെയ്യണം. ആൻഡ് രാജ്യസഭയിലാണ് ഈ ഒരു മോഷൻ കൊണ്ടുവരുന്നതെങ്കിൽ 50 മെമ്പേഴ്സ് എങ്കിലും എന്ത് ചെയ്യണം? ഈ ഒരു മോഷനെ സപ്പോർട്ട് ചെയ്യണം. സോ 50 മെമ്പേഴ്സ്, 50 മെമ്പേഴ്സ് എങ്കിലും എന്ത് ചെയ്യണം? ഈ ഒരു മോഷനെ സപ്പോർട്ട് ചെയ്യണം. ആൻഡ് ഈ ഒരു മോഷൻ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഏത് ഹൗസിലാണോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു ഹൗസിലെ പ്രിസൈഡിംഗ് ഓഫീസറിന്റെ അതോറിറ്റിയാണ്. ലോക്സഭയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലോക്സഭ സ്പീക്കർ ഡിസൈഡ് ചെയ്യും ഈ ഒരു മോഷൻ അക്സെപ്റ്റ് ചെയ്യണോ അതോ റിജക്ട് ചെയ്യണോ എന്ന്. രാജ്യസഭയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ രാജ്യസഭ ചെയർമാൻ എന്ത് ചെയ്യും? ഡിസൈഡ് ചെയ്യും ഈ ഒരു മോഷൻ അക്സെപ്റ്റ് ചെയ്യണോ റിമൂവ് ചെയ്യണോ എന്നുള്ള കാര്യം. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹൗസിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ എന്ത് ചെയ്യും? ഒരു 3 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു എൻക്വയറി കമ്മിറ്റി എന്ത് ചെയ്യും? ഫോം ചെയ്യും. ഈ എൻക്വയറി കമ്മിറ്റിയിൽ ഒന്നാമത്തെ മെമ്പർ എന്ന് പറയുന്ന CJ അല്ലെങ്കിൽ CJ നോമിനേറ്റ് ചെയ്യുന്ന ഒരു സുപ്രീം കോടതി ജഡ്ജ്. രണ്ടാമത്തെ മെമ്പർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ്. മൂന്നാമത്തെ മെമ്പർ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്വിഷ്ഡ് ജൂറിസ്റ്റ്. സോ
ഹൗസിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ ഈ ഒരു മോഷൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രിസൈഡിംഗ് ഓഫീസർ എന്ത് ചെയ്യും, ഒരു 3 മെമ്പർ എൻക്വയറി കമ്മിറ്റി ഫോം ചെയ്യും. അതിൽ CJ കാണും, അല്ലെങ്കിൽ CJ നോമിനേറ്റ് ചെയ്യുന്ന ഒരു സുപ്രീം കോടതി ജഡ്ജ് കാണും. അതുകൂടാതെ ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ് കാണും. ആൻഡ് അതുകൂടാതെ ഒരു ഡിസ്റ്റിങ്ക്വിഷ്ഡ് ജൂറിസ്റ്റ് കാണും. സോ ഈ കമ്മിറ്റി എന്ത് ചെയ്യും, എൻക്വയറി നടത്തും. അതായത് ഗ്രൗണ്ട്സ്, പ്രൂവ്ഡ് മിസ്ബിഹേവിയർ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി ഗ്രൗണ്ട്സ് ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ എന്ത് ചെയ്യും, അവർ എൻക്വയറി നടത്തും. എൻക്വയറി നടത്തിയതിനു ശേഷം ശരിയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും, ഏത് ഹൗസിലാണോ മോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ ഒരു ഹൗസിൽ റിമൂവൽ റെസല്യൂഷൻ കൊണ്ടുവരാനായിട്ട് പറ്റും. സോ റിമൂവൽ റെസല്യൂഷൻ കൊണ്ടുവരാനായിട്ട് പറ്റും. ആൻഡ് ഈ റിമൂവൽ റെസല്യൂഷൻ എന്ത് ചെയ്യണം, 2 ഹൗസസിലും, അതായത് ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും എന്ത് ചെയ്യണം, സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാവണം. എൻക്വയറി കമ്മിറ്റി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 2 ഹൗസസിലും, ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും ഈ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റെസല്യൂഷൻ എന്ത് ചെയ്യണം, സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാവണം. സ്പെഷ്യൽ മെജോറിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഹൗസിലാണോ ഈ ഒരു റെസല്യൂഷൻ ഉള്ളത് ആ ഒരു ഹൗസിലെ പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ 2/3 മെജോറിറ്റി. സോ പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ 2/3 മെജോറിറ്റി. ആൻഡ് ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ആ ഒരു ഹൗസിന്റെ ടോട്ടൽ സ്ട്രെങ്തിന്റെ 50%-നേക്കാളും കൂടുതലായിരിക്കണം. സോ ദിസ് നമ്പർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി 50% strength of the 50% of the total strength of the other. സോ ഏത് ഹൗസിലാണോ ഈ ഒരു റെസല്യൂഷൻ ഉള്ളത് ആ ഹൗസിൽ പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ 2/3 മെജോറിറ്റി. ആൻഡ് ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ആ ഒരു ഹൗസിന്റെ ടോട്ടൽ സ്ട്രെങ്തിന്റെ 50%-ൽ കൂടുതലായിരിക്കണം. സോ അങ്ങനെ ഒരു സ്പെഷ്യൽ മെജോറിറ്റിയിൽ ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, പ്രസിഡന്റിന് CAG റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following acts introduce a system of diarchy in the provincial administration of India? സോ ഇന്ത്യയുടെ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ ഡയാർക്കിയുടെ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇതിൽ ഏത് ആക്ട് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909, ഓപ്ഷൻ ബി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919, ഓപ്ഷൻ സി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935, ഓപ്ഷൻ ഡി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947. സോ ഇന്ത്യയുടെ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ് എന്ത് ചെയ്യുന്നത്, ഡയാർക്കിയുടെ സിസ്റ്റം പ്രൊവിൻഷ്യൽ ലെവലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990 മറ്റൊരു പേര് കൂടി വിളിക്കാറുണ്ട്, മോണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോംസ്. മോണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990 വിളിക്കാറുണ്ട്. കാരണം അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ചെംസ്ഫോർഡും സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ആയിരുന്ന എഡ്വിൻ മൊണ്ടേഗും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റിഫോംസ് കൊണ്ടുവരുന്നത്. അതാണെന്ത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990. ഇനി ഡയാർക്കി എന്താന്ന് ചോദിച്ചാൽ, ഇനി എന്താണ് സിസ്റ്റം ഓഫ് ഡയാർക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ബേസിക്കലി മീൻസ് ഡ്യുവൽ റൂൾ. സോ 2 റൂള്. സോ ഡ്യുവൽ റൂൾ എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഡയാർക്കിയുടെ മീനിങ് എന്ന് പറയുന്നത്. സോ 2 റൂൾ എന്നാണെന്ത് ഡയാർക്കിയുടെ മീനിങ് എന്ന് പറയുന്നത്. ഇനി പ്രൊവിൻഷ്യൽ ലെവലിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഡയാർക്കി കൊണ്ടുവരുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919 പ്രൊവിൻഷ്യൽ ലെവലിൽ, അതായത് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഡയാർക്കിയുടെ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഡയാർക്കി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമം, ലോസ് മേക്ക് ചെയ്യാനുള്ള സബ്ജക്ട്സ് ഉണ്ടല്ലോ, ആ സബ്ജക്ട്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ്. സോ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ്. സോ ഈ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് നിയമം ഉണ്ടാക്കാൻ സാധിക്കുന്ന സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ, ഈ സബ്ജക്റ്റുകളെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് എന്നും അതുപോലെ തന്നെ റിസർവ്ഡ് സബ്ജക്ട്സ് എന്നും. ഇനി ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സിനകത്താണ് എന്ത് ചെയ്തത്, അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, പബ്ലിക് ഹെൽത്ത്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇതുപോലെയുള്ള സബ്ജക്ട്സുകൾ വന്നത്. സോ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, അഗ്രികൾച്ചർ, പബ്ലിക് ഹെൽത്ത്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, എഡ്യൂക്കേഷൻ ഇതുപോലുള്ള സബ്ജക്ട്സ് ആണ് ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നത്. ഇനി റിസർച്ച് സബ്ജക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയാസ് ഉള്ള ലോ, ഫൈനാൻസ്, റവന്യൂ ഇങ്ങനെയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് എന്ത് ചെയ്തു, റിസർച്ച് സബ്ജക്ട്സ് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. ഈ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിലുള്ള ഇന്ത്യൻ മിനിസ്റ്റേഴ്സിന് ലോസ് മേക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള ഇന്ത്യൻ മിനിസ്റ്റേഴ്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സിൽ ലോ മേക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ റിസർച്ച് സബ്ജക്ട്സിൽ, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസർച്ച് സബ്ജക്ട്സിൽ ലോയും ഫൈനാൻസ്, പോലീസ്, റവന്യൂ ഇങ്ങനെയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് വരുന്ന ഈ റിസർച്ച് സബ്ജക്ട്സിൽ ഗവർണർക്ക് മാത്രമാണ് എന്ത് ചെയ്യാനുള്ള പവർ, ലോ മേക്ക് ചെയ്യാനുള്ള പവർ. അവിടെ ഇന്ത്യൻസിന് എന്തില്ല, പ്രത്യേകിച്ച് റെപ്രസെന്റേഷൻ ഇല്ല.
സോ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സിൽ ലോ മേക്ക് ചെയ്യുമ്പോൾ ഇന്ത്യൻ മിനിസ്റ്റേഴ്സിന് അവിടെ റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ റിസർച്ച് സബ്ജക്ട്സിൽ ലോ മേക്ക് ചെയ്യാനുള്ള പവർ ഗവർണർക്ക് മാത്രമായിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ആക്ട് ഫിക്സ് ചെയ്തു. ഇതാണെന്ത് ഡയാർക്കി എന്ന് പറയുന്നത്. So next question, the Rabi season of agriculture which begins in October November and ends in dash. So Rabi season of agriculture October November സ്റ്റാർട്ട് ചെയ്യും ആൻഡ് എൻഡ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ജൂൺ ജൂലൈ, ഓപ്ഷൻ ബി മാർച്ച് ഏപ്രിൽ, ഓപ്ഷൻ സി മെയ് ജൂൺ ആൻഡ് ഓപ്ഷൻ ഡി ജനുവരി ഫെബ്രുവരി. സോ റാബി സീസൺ ഓഫ് അഗ്രികൾച്ചർ ഒക്ടോബർ നവംബറിൽ സ്റ്റാർട്ട് ചെയ്യും. എന്നാണ് എൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റാബി സീസൺ എൻഡ് ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലുള്ള അഗ്രികൾച്ചറൽ സീസൺസിന് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആണെന്ത് ഖാരിഫ് സീസൺ. സോ ഇന്ത്യയിൽ 3 ടൈപ്പ് ഓഫ് അഗ്രികൾച്ചറൽ സീസൺ ആണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണെന്ത് ഖാരിഫ് സീസൺ എന്ന് പറയുന്നത്. ഖാരിഫ് സീസൺ എന്ന് പറയുന്നത് ബേസിക്കലി എന്ത് തന്നെയാണ്, മൺസൂൺ സീസൺ തന്നെയാണ്. അതായത് മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഖാരിഫ് സീസണും ആരംഭിക്കുന്നത്. സോ മൺസൂൺ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, വിത്ത് വിതയ്ക്കും. ആൻഡ് മൺസൂൺ അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യും, വിളവെടുക്കും. സോ ഈ ഖാരിഫ് സീസൺ എന്ന് പറയുന്നത് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മന്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഖാരിഫ് സീസൺ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. സോ ജൂൺ ടു സെപ്റ്റംബർ ആ ഒരു ടൈം പീരീഡിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഖാരിഫ് സീസൺ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. സോ ഇത് ബേസിക്കലി എന്താണ്, മൺസൂൺ സീസൺ തന്നെയാണ്. സോ മൺസൂൺ വരുമ്പോൾ വിത്ത് വിതയ്ക്കും ആൻഡ് മൺസൂൺ കഴിയുമ്പോൾ എന്ത് ചെയ്യും, വിളവെടുക്കും. സോ ജൂൺ ടു സെപ്റ്റംബർ ആണെന്ത് ഖാരിഫ് സീസൺ എന്ന് പറയുന്നത്. ഇനി ഖാരിഫ് സീസണിൽ ഗ്രോ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോപ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ റൈസ് ഉണ്ട്, കോട്ടൺ ഉണ്ട്. സോ റൈസ്, കോട്ടൺ, ബജ്ര ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഖാരിഫ് സീസണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ക്രോപ്സ് എന്ന് പറയുന്നത്. സോ ഖാരിഫ് സീസണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ക്രോപ്സ് ആണ് റൈസ്, കോട്ടൺ, ബജ്ര എക്സെട്ര. ആൻഡ് അതുകൂടാതെ ഗ്രൗണ്ട് നട്ടും എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ഖാരിഫ് സീസണിൽ ഗ്രോ ചെയ്യാറുണ്ട്. ഇനി രണ്ടാമത്തെ സീസൺ ആണെന്ത് റാബി സീസൺ എന്ന് പറയുന്നത്. സോ റാബി സീസൺ എന്ന് പറയുമ്പോൾ കൂളർ മന്ത്സിൽ, അതായത് വിന്റർ ടൈംസിൽ സ്റ്റാർട്ട് ചെയ്ത് സ്പ്രിംഗിൽ എൻഡ് ചെയ്യുന്ന സീസൺ ആണെന്ത് റാബി സീസൺ എന്ന് പറയുന്നത്. സോ റാബി സീസൺ എന്ന് പറയുമ്പോൾ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, മാർച്ച് ഏപ്രിലേക്ക് എന്ത് ചെയ്യും, എൻഡ് ചെയ്യുന്ന സീസൺ ആണ് എന്ത് ചെയ്യുന്നത്, റാബി സീസൺ എന്ന് വിളിക്കുന്നത്. സോ അതായത് കൂളർ മന്ത്സിൽ വിന്റർ സീസണിൽ വിത്ത് വിതയ്ക്കും ആൻഡ് സ്പ്രിംഗ് ആകുമ്പോൾ എന്ത് ചെയ്യും, വിളവെടുക്കും. അതാണെന്ത് റാബി സീസൺ. സോ റാബി സീസണിൽ മെയിൻ ആയിട്ട് ഗ്രോ ചെയ്യുന്ന ക്രോപ്സ് ആണെന്ത് വീറ്റ്. സോ വീറ്റ് പോലെയുള്ള ക്രോപ്സ് ഒക്കെ റാബി സീസണിലാണ് എന്ത് ചെയ്യുന്നത്, മേജർ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അത് കൂടാതെ ഒരു ഷോർട്ട് സീസൺ കൂടിയുണ്ട്. ആ ഒരു സീസണെ വിളിക്കുന്ന പേരാണെന്ത് സെയ്ദ് സീസൺ. അതായത് ഖാരിഫ് സീസണിനും റാബി സീസണിനും ഇടയിലുള്ള ആ ഒരു ഷോർട്ട് ഇന്റർവൽ, അതായത് ബേസിക്കലി എന്താണ് സമ്മർ സീസൺ. അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരുന്ന സമ്മർ സീസണിനെയാണ് എന്ത് വിളിക്കുന്നത്, സെയ്ദ് സീസൺ എന്ന് വിളിക്കുന്നത്. സോ ഖാരിഫ് സീസണിന്റെയും റാബി സീസണിന്റെയും ഇടയ്ക്ക് വരുന്ന ആ ഒരു ഷോർട്ട് ഇന്റർവൽ ബേസിക്കലി എന്താണ് സമ്മർ സീസൺ. അതിനെ വിളിക്കുന്ന പേരാണ് സെയ്ദ് സീസൺ. സോ ഈ സെയ്ദ് സീസൺ എന്ന് പറയുന്നത് എന്താണ്, ഏപ്രിൽ ടു ജൂൺ ആണ് എന്ത് ചെയ്യുന്നത്, സെയ്ദ് സീസൺ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. സോ ഏപ്രിൽ ടു ജൂൺ വരെയുള്ള ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ സെയ്ദ് സീസൺ എന്ന് വിളിക്കുന്നത്. ആൻഡ് സെയ്ദ് സീസൺ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മെയിൻ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത് വെജിറ്റബിൾസ്. സോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു സീസണിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ആൻഡ് സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിലുള്ള കൾട്ടിവേഷൻ എല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇറിഗേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. So next question, which of the following goods needs further transformation in the economic process? So economic processൽ further transformation വേണ്ട ഗുഡ്സ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫിനിഷ്ഡ് ഗുഡ്സ്, ഓപ്ഷൻ ബി ക്യാപിറ്റൽ ഗുഡ്സ്, ഓപ്ഷൻ സി കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. സോ എക്കണോമിക് പ്രോസസ്സിൽ ഫർദർ ട്രാൻസ്ഫോർമേഷൻ വേണ്ട കാറ്റഗറി ഓഫ് ഗുഡ്സ് ഇതിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the correct answer is intermediate goods. So intermediate goods നാണ് എന്ത് വേണ്ടത്, ഫർദർ ട്രാൻസ്ഫോർമേഷൻ വേണ്ടത്. ഇനി എന്താണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗുഡ്സ് ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സിന്റെ കയ്യിലായിരിക്കില്ല എത്തുന്നത്. പകരം ഈ ഇന്റർമീഡിയറ്റ് ഗുഡ്സിനെ എന്ത് ചെയ്യും, മറ്റ് ബിസിനസ്സസ് എന്ത് ചെയ്യും, മറ്റൊരു ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. സോ യൂസ്ഡ് ബൈ ബിസിനസ്സസ് ടു പ്രൊഡ്യൂസ് അതർ ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ മറ്റ് ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
ടു പ്രൊഡ്യൂസ് അതർ ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ മറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബിസിനസ്സസ് യൂസ് ചെയ്യുന്ന ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. സോ ഫൈനൽ കൺസ്യൂമർ അല്ല ഈ ഒരു ഗുഡ്സ് യൂസ് ചെയ്യുന്നത്, പകരം എന്താണ്? മറ്റൊരു മാനുഫാക്ചറർ അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇന്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? വേറെ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ അതാണ് എന്ത്? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഒരു ഫാമർ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ലാൻഡിൽ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യുന്നു വിചാരിക്കാം. സോ ഈ കോട്ടൺ എന്ത് ചെയ്യില്ല? ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഫൈനൽ കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യില്ല. പകരം ഈ ഒരു കോട്ടൺ എന്ത് ചെയ്യും? മറ്റൊരു ഇൻഡസ്ട്രിയുടെ റോ മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ മറ്റൊരു ബിസിനസ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ റോ മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യും. സോ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ത് ചെയ്യും? ഈ ഒരു കോട്ടണിനെ ടെക്സ്റ്റൈൽസ് ആക്കി കൺവേർട്ട് ചെയ്യും. അതാണെന്ത്? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. സോ ഫൈനൽ കൺസ്യൂമേഴ്സ് അല്ല ഇത് യൂസ് ചെയ്യുന്നത്, പകരം മറ്റ് ബിസിനസ്സസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? വേറെ ഒരു ഗുഡ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി ബാക്കിയുള്ള ഗുഡ്സിന്റെ ടെർമിനോളജിയും കൂടെ നോക്കാം. ഫിനിഷ്ഡ് ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫൈനൽ കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് എല്ലാവിധ മാനുഫാക്ചറിങ് പ്രോസസ്സും കംപ്ലീറ്റ് ആയി അവസാനം നമ്മൾ കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഫൈനൽ കൺസ്യൂമേഴ്സിന്റെ അടുത്തേക്ക് എത്തുന്ന ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഷർട്ട്, അല്ലെങ്കിൽ എന്താണ്? ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ഐറ്റംസ്, അല്ലെങ്കിൽ എന്താണ്? കാറ്, ബൈക്ക്, അങ്ങനെയുള്ള റെഫ്രിജറേറ്റർ, ടി വി, അങ്ങനെ ഫൈനൽ കൺസ്യൂമർ യൂസ് ചെയ്യാനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് ആണ് എന്ത്? ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ഗുഡ്സ് എന്താണ്? ക്യാപിറ്റൽ ഗുഡ്സ്. സോ ക്യാപിറ്റൽ ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബിസിനസ് അല്ലെങ്കിൽ ഫേംസ് മറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആണ് എന്ത്? ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ക്യാപിറ്റൽ ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗുഡ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ഗുഡ്സ്. ഈ ക്യാപിറ്റൽ ഗുഡ്സിന്റെ കാറ്റഗറി എന്തൊക്കെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിൽഡിങ്സ് വരാറുണ്ട്, മെഷീൻസ് വരാറുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ വരാറുണ്ട്, ഫാക്ടറീസ് വരാറുണ്ട്. സോ ബിൽഡിങ്സ്, മെഷീൻസ്, ഫാക്ടറീസ്, ഇൻഫ്രാസ്ട്രക്ചർ എക്സെട്ര. സോ ഫാക്ടറീസ്, ഇൻഫ്രാസ്ട്രക്ചർ എക്സെട്ര, ഇതെല്ലാം തന്നെ എന്താണ്? ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. സോ ഗുഡ്സിന്റെയും സർവീസസിന്റെയും പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എംപ്ലോയ് ചെയ്യുന്ന ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ഗുഡ്സ്. സോ ക്യാപിറ്റൽ ഗുഡ്സിന്റെ കാറ്റഗറി എന്തൊക്കെ വരും? ബിൽഡിങ്സ്, മെഷീൻസ്, ഫാക്ടറീസ്, ഇൻഫ്രാസ്ട്രക്ചർ എക്സെട്ര. സോ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആണെന്ത്? ക്യാപിറ്റൽ ഗുഡ്സ്. നെക്സ്റ്റ് വൺ ഈസ് കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ്. സോ കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഫൈനൽ കൺസ്യൂമേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. സോ കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഫൈനൽ കൺസ്യൂമേഴ്സ് ആണെന്ന്, അതായത് നമ്മൾ കസ്റ്റമേഴ്സ് ആണ് ഈ ഒരു ഗുഡ്സ് എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് ഒരു ലോങ് ടേമിലേക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, സോ ലോങ് ടേമിലേക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. സോ നമ്മൾ കസ്റ്റമേഴ്സ് ലോങ് ടേമിലേക്ക്, അതായത് മിനിമം ഓഫ് 3 years, മിനിമം 3 വർഷമെങ്കിലും യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിലെ TV, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ. സോ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന TV, വാഷിംഗ് മെഷീൻ, കാറ്, ബൈക്ക് എക്സെട്ര. കാർ, ബൈക്ക്, ഓട്ടോമൊബൈൽസ് എക്സെട്ര, ഇതെല്ലാം തന്നെ എന്താണ്? കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ് ആണ്. സോ മിനിമം 3 വർഷത്തേക്കെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കണം ആൻഡ് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെയുള്ള ഫൈനൽ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ്. So next question, which of the following books is incorrectly paired with its respective author? So ബുക്സും അതിന്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഓതേഴ്സിനെയും തന്നിട്ടുണ്ട്. സോ ഏതാണ് ഇൻകറക്ട്ലി മാച്ച്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, വൈ ഐ ആം എൻ ഏത്തിസ്റ്റ്, ഭഗത് സിംഗ്. ഓപ്ഷൻ ബി, ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ, സുഭാഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ സി, ഹിന്ദ് സ്വരാജ് ബൈ മഹാത്മാഗാന്ധി. ആൻഡ് ഓപ്ഷൻ ഡി, ഗീതാഞ്ജലി റിട്ടൺ ബൈ രവീന്ദ്രനാഥ ടാഗോർ. സോ ഇതില് ഏതാണ് ഇൻകറക്ട്ലി മാച്ച്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് എന്ത്? ബുക്കുകളുടെ പേര് ആൻഡ് ഇതൊക്കെയാണ് എന്ത്? ഓതേഴ്സിന്റെ പേര്. സോ ഇതിൽ ഏത് ബുക്കും ഏത് ഓതറുമായിട്ടാണ് ഇൻകറക്ട്ലി മാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്? സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ, സുഭാഷ് ചന്ദ്രബോസ്. ഇതാണ് എന്ത്? ഇൻകറക്ട്ലി മാച്ച്ഡ് ആയിട്ടുള്ള ഓപ്ഷൻ.
ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള ബുക്ക് റൈറ്റ് ചെയ്തിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. സോ ഇറ്റ് വാസ് റിട്ടൺ ബൈ ജവഹർലാൽ നെഹ്റു. സോ ജവഹർലാൽ നെഹ്റു എഴുതിയിട്ടുള്ള ബുക്കാണെന്ത് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഇനി സുഭാഷ് ചന്ദ്രബോസ് എഴുതിയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ബുക്കാണെന്ത് ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്നത്. സോ സുഭാഷ് ചന്ദ്രബോസ് എഴുതിയിട്ടുള്ള ഫേമസ് ബുക്കാണ് ഇന്ത്യൻ സ്ട്രഗിൾ. ആൻഡ് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള ഫേമസ് ബുക്ക് എഴുതിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. സോ ഡിസ്കവറി ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റുവിന്റെ ബുക്കാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ബുക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്ട്രഗിൾ ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം കറക്റ്റ് ആണ്. വൈ ഐ ആം എൻ ഏത്തിസ്റ്റ് എന്നുള്ളത് ഭഗത് സിംഗിന്റെ ബുക്കാണ്. ഹിന്ദ് സ്വരാജ് എന്നുള്ളത് മഹാത്മാഗാന്ധിയുടെ ബുക്കാണ്. ആൻഡ് ഗീതാഞ്ജലി എന്നുള്ളത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ബുക്കാണ്. സോ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ബി മാത്രമായിരുന്നു. ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ബുക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്ട്രഗിൾ എന്നുള്ള ബുക്കാണെന്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ബുക്ക് എന്ന് പറയുന്നത്. So next question. As in July 2021, the Nibun Bharat scheme was launched by which of the following ministries? So Nibun Bharat scheme ഏത് മിനിസ്ട്രി ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ. ഓപ്ഷൻ ബി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ഓപ്ഷൻ സി മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഓപ്ഷൻ ഡി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. സോ ഏത് മിനിസ്ട്രി ആണ് നിപുൺ ഭാരത് സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. സോ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണെന്ത് നിപുൺ ഭാരത് സ്കീം എന്ന് പറയുന്നത്. സോ നിപുണിന്റെ എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിപുണിന്റെ എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ ഇനിഷ്യേറ്റീവ്. So national initiative for proficiency. So national initiative for proficiency in language and understanding. So language and understanding. So national initiative for proficiency in language and understanding. ലാംഗ്വേജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ന്യൂമറസി. ഇതാണെന്ത് നിപുൺ സ്കീമിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ ലാംഗ്വേജ് അല്ല, പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. സോ നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ന്യൂമറസി എന്നുള്ളതാണെന്ത് നിപുൺ സ്കീമിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ന്യൂമറസി. ഇതാണെന്ത് നിപുൺ സ്കീമിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി നിപുൺ സ്കീം എന്ന് പറയുന്നത് ഈ ഒരു നിപുൺ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2021 സോ 2021 ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണെന്ത് നിപുൺ സ്കീം എന്ന് പറയുന്നത്. ആൻഡ് നിപുൺ സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ള നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. സോ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ 2021 ലോഞ്ച് ചെയ്തിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആണെന്ത് നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ന്യൂമറസി. സോ റീഡിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. സോ റീഡിംഗ് with understanding. So reading with understanding and numeracy. So national initiative for proficiency in reading with understanding and numeracy. So ഇതാണ് എന്ത് നിപുൺ സ്കീമിന്റെ എക്സ്പാൻഷൻ. നോഡൽ മിനിസ്ട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2021 ആണ്. ആൻഡ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അണ്ടറിലാണ്. സോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 NEP 2020 അണ്ടറിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്ന സ്കീമാണെന്ത് നിപുൺ ഭാരത് സ്കീം എന്ന് പറയുന്നത്. സോ ഈ സ്കീം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത്. സോ 3 മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ത് വേണം മനസ്സിലാക്കി വായിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ബേസിക് ന്യൂമറസിയിലും എന്തുണ്ടാവണം അത്യാവശ്യം ഗ്രാസ്പ് ഉണ്ടാവണം. ആൻഡ് ഇത് 2026-27 കൂടി അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു നിപുൺ ഭാരത് സ്കീമിന്റെ ആ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ 2026-27 കൂടി 3 to 9 years ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് എന്ത് വേണം മനസ്സിലാക്കി വായിക്കാനുള്ള പ്രൊഫിഷ്യൻസി വേണം. അതുപോലെ തന്നെ ന്യൂമറസി അതായത് നമ്പേഴ്സിന്റെ കേസിലും എന്ത് വേണം പ്രൊഫിഷ്യൻസി വേണം എന്നുള്ളതാണ് നിപുൺ ഭാരത് സ്കീമിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഇതെന്ന് പറയുന്നത് എന്താണ് സമഗ്ര ശിക്ഷാ സ്കീം ഉണ്ടല്ലോ. സോ ഇന്ത്യ ഗവൺമെന്റിന്റെ സമഗ്ര ശിക്ഷാ സ്കീം, ഈ ഒരു സമഗ്ര ശിക്ഷാ സ്കീമിന്റെ അണ്ടറിലാണ് ഈ ഒരു നിപുൺ ഭാരത് സ്കീമും വരുന്നത്. സോ സമഗ്ര ശിക്ഷാ സ്കീമിന്റെ അണ്ടറിൽ
ആൻഡ് സമഗ്ര ശിക്ഷ സ്കീം എന്ന് പറയുന്നത് ഒരു സെൻട്രലി സ്പോൺസേഡ് സെൻട്രൽ സെക്ടർ സ്കീമാണ്. സോ ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണെന്ത് ഈ ഒരു സമഗ്ര ശിക്ഷാ സ്കീം എന്ന് പറയുന്നത്. സോ സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ സെക്ടർ സ്കീമായിട്ടുള്ള സമഗ്ര ശിക്ഷാ സ്കീമിന്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത് നിപുൺ ഭാരത് സ്കീമും ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് എന്ത് നിപുൺ ഭാരത് സ്കീമുമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക്